Assalamualaikum. Good morning to all. Welcome to the Maths class. Before starting the class, let's say dua for knowledge. Rabbi Yasir, Walatu Yasir, wa tamim bil khair, wa bika nasta'inu, ya fattahu, Rabbi sidni ilma. Rabbi sidni ilma, Rabbi sidni ilma. So how are you children? I hope all of you fine and safe at home. So shall we start the class? First, today we are going to learn polygons. Okay. So what is polygons? Polygons is a closed figure made by joining three or more line segment. എന്താണ് polygons എന്ന് പറയുന്നത്? അതൊരു closed figure ആണ്. 3 or more line segment യൂസ് ചെയ്ത് ഫോം ചെയ്തേക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? polygons എന്ന് പറയുന്നത്. ലൈൻ സെഗ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? polygons ഫോം ചെയ്യുന്നത്. So next, types of polygons. First one, triangle. So triangle എന്താണ്? നിങ്ങൾക്ക് കാണാം മിസ്സിൻ്റെ ബാക്കിൽ ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, സോ ട്രയാങ്കിൾ കണ്ടല്ലോ. ട്രയാങ്കിളിന് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളതാണ് ട്രയാങ്കിൾ. ദാറ്റ് ഇസ് 3-sided polygon is called triangle. 3-sided polygon is called triangle. Next one is quadrilateral. So quadrilateral എന്താണ്? 4-sided polygon is called quadrilateral. For example, സ്ക്വയർ, റെക്റ്റാങ്കിൾ, എക്സെട്ര. സോ സ്ക്വയറും റെക്റ്റാങ്കിളും മാത്രമല്ല ക്വാഡ്രിലാറ്ററലിൽ വരുന്നത്. 4 സൈഡ്സ് ഉള്ള ലൈൻ സെഗ്മെന്റ് യൂസ് ചെയ്ത് ഫോം ചെയ്യുന്ന എല്ലാ ഫിഗേഴ്സും എന്താണ്? ക്വാഡ്രിലാറ്ററൽ ആണ്. സോ ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം, ലൈൻ സെഗ്മെന്റ് യൂസ് ചെയ്ത് 4 സൈഡ്സ് ആയിരിക്കണം അതിനുള്ളത് ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെയുള്ള ഫിഗേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? അങ്ങനെയുള്ള ക്ലോസ്ഡ് ഫിഗർ ആണ് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് പെൻറ്റഗൺ. സോ പെൻറ്റഗൺ എന്താണ്? പെൻറ്റഗൺ എന്ന് പറയുന്നത് 5-sided polygon ഈസ് കോൾഡ് പെൻറ്റഗൺ. എത്ര സൈഡ്സ് ആണ് പെൻറ്റഗണിന്? 5 sides. സോ polygon ഈസ് കോൾഡ് പെൻറ്റഗൺ. നെക്സ്റ്റ് വൺ ഈസ് ഹെക്സഗൺ. സോ ഹെക്സഗൺ എന്ന് പറയുന്നത് 6-sided polygon ഈസ് കോൾഡ് ഹെക്സഗൺ. ഹെക്സഗൺ എത്ര സൈഡ്സ് ആണ് ഉള്ളത്? 6 sides. സോ നെക്സ്റ്റ് വൺ ഈസ് ഹെപ്റ്റഗൺ. സോ ഹെപ്റ്റഗൺ എത്ര സൈഡ്സ് ആണ്? ഹെപ്റ്റഗണ് 7-sided polygon ഈസ് കോൾഡ് ഹെപ്റ്റഗൺ. സോ നെക്സ്റ്റ് വൺ ഈസ് ഒക്ടഗൺ. ഒക്ടഗൺ എത്ര സൈഡ്സ് ആണ്? 8 sides polygon ഈസ് കോൾഡ് ഒക്ടഗൺ. എത്ര സൈഡാണ് ഒക്ടഗൺ ഉള്ളത്? 8 sides. സോ നെക്സ്റ്റ് വൺ നണ്ണഗൺ. സോ അത് എത്ര സൈഡ്സ് ആയിരിക്കും? 9-side polygon ഈസ് കോൾഡ് എന്താണ്? നണ്ണഗൺ. And the last one is decagon. Decagon means 10 sides polygon is called decagon. Okay, so ഇതെല്ലാം എന്താണ്? പോളിഗൺസ് ആണ്. ഇതെല്ലാം ഫോം ചെയ്തേക്കുന്നത് ലൈൻ സെഗ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഫോം ചെയ്തേക്കുന്നത്. ഇതെല്ലാം എന്താണ്? ക്ലോസ്ഡ് ഫിഗർ ആണ്. സോ വാട്ട് ഈസ് പോളിഗൺസ്? പോളിഗൺസ് മീൻസ് എ ക്ലോസ്ഡ് ഫിഗർ മെയ്ഡ് ബൈ ജോയിനിങ് 3 or more line segment is called പോളിഗൺസ്. എത്ര സൈഡ്സ് കൂടുതലുള്ളതാണ് നമ്മൾ പോളിഗൺസ് എന്ന് പറയുന്നത്? 3യോ അതിൽ കൂടുതലോ ലൈൻ സെഗ്മെന്റ് യൂസ് ചെയ്ത് ഫോം ചെയ്യുന്ന ഫിഗേഴ്സ് ആണ്, ക്ലോസ്ഡ് ഫിഗർ ആണ് എന്തെന്ന് പറയുന്നത്? പോളിഗൺസ്. സോ നിങ്ങൾ ഈ കാണുന്നതെല്ലാം എന്താണ്? പോളിഗൺസ് ആണ്. സോ ഇതെല്ലാം അതിൻ്റെ സൈഡിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ പേര് കൊടുത്തേക്കുന്നത്. 5 സൈഡ്സ് ആണെങ്കിൽ 5 സൈഡ്സ് ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പേര്? പെൻറ്റഗൺ. 10 sides polygon is called decagon. And ഹെപ്റ്റഗൺ എത്ര സൈഡ്സ് ആയിരിക്കും? ഹെപ്റ്റഗന് 7 സൈഡ് ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ഇതിൻ്റെ സൈഡ്സും പഠിക്കുക, അതിൻ്റെ നെയിമും പഠിക്കുക. സോ നെക്സ്റ്റ്, ടേക്ക് യുവർ പേജ് നമ്പർ 46. ലെറ്റ് us try 3.3. ഫസ്റ്റ് വൺ, റൈറ്റ് ട്രൂ ഓർ ഫോൾസ് ഫോർ ഈച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാം. ഫസ്റ്റ് വൺ, സ്ക്വയേഴ്സ് ആൻഡ് റെക്റ്റാങ്കിൾസ് are the only 2 types of quadrilaterals. സോ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നതിൽ സൈഡ്സും സ്ക്വയേഴ്സും റെക്റ്റാങ്കിൾസും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? അല്ല. കാരണം എന്ന് പറയുന്നത് സ്ക്വയേഴ്സും റെക്റ്റാങ്കിൾസും മാത്രമല്ല, 4 sides ലൈൻ സെഗ്മെൻറ്റ് യൂസ് ചെയ്ത് ഫോം ചെയ്യുന്ന എല്ലാ ക്ലോസ്ഡ് ഫിഗേഴ്സും എന്ത് തന്നെയാണ്? ക്വാഡ്രിലാറ്ററൽ ആണ്. സോ അതിൻ്റെ എക്സാമ്പിൾസ് മാത്രമാണ് സ്ക്വയറും റെക്റ്റാങ്കിൾ. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. നിങ്ങൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നേരെയായിട്ട് എന്ത് ചെയ്യുക? ഫോൾസ് എന്ന് എഴുതുക. സോ സെക്കൻഡ് വൺ, ആൻ ഒക്ടഗൺ ഈസ് എ 7-sided polygon. സോ ഒക്ടഗൺ എന്ന് പറയുന്നത്
7-sided polygon alla. So statement is false. Okay, so an octagon is a 8-sided polygon. Okay, so octagon ennu parayunnathu endana 8-sided polygon aanu octagon ennu parayunnathu. So the statement is false. So next one, a polygon with 10 sides is called a decagon. നമ്മൾ already പഠിച്ചു decagon എത്ര sides ആണുള്ളത്? 10 side ആണുള്ളത്. So the statement is true. The polygon with 10 sides is called a decagon. And the second last, a polygon can be made by joining two line segments. So the statement is false, because a polygon can be made by joining 3 or more line segment. So polygon ennu parayunna endana 3 adil koodalo sides form ചെയ്ത് നമുക്ക് യൂസ് ചെയ്ത് ഫോം ചെയ്യുന്ന ഫിഗേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? പോളിഗൺസ് എന്ന് പറയുന്നത്. സോ 2 ലൈൻസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പോളിഗൺസ് ഫോം ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ഏറ്റവും ചെറിയ പോളിഗൺ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ട്രയാങ്കിൾ ആണ്. സോ 3 അതിലധികമോ സൈഡ്സ് യൂസ് ചെയ്ത് നമ്മൾ ഫോം ചെയ്യുന്ന ഫിഗേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? പോളിഗൺസ് എന്ന് പറയുന്നത്. സോ ദ ഡി സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ ഫിഗർ, നിങ്ങൾ അവിടെ കൊടുത്തേക്കുന്ന ഫിഗർ കണ്ടോ, ഈസ് എ ക്വാഡ്രിലാറ്ററൽ. ആ കൊടുത്തേക്കുന്ന ഫിഗർ ക്വാഡ്രിലാറ്ററൽ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ ഈ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദ ഫിഗർ കൊടുത്തേക്കുന്നത് ഈസ് എ ക്വാഡ്രിലാറ്ററൽ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ദ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. കാരണം എന്താണ്? അതിൽ എത്ര ലൈൻ സെഗ്മെന്റ് ഉണ്ടെന്ന് നോക്കുക. എത്ര ലൈൻ സെഗ്മെന്റ് ഉണ്ട്? 4 ലൈൻ സെഗ്മെന്റ് ആണ്. അത് യൂസ് ചെയ്ത് ഫോം ചെയ്തേക്കുന്നതാണ്. അതുപോലെ തന്നെ അതൊരു ക്ലോസ്ഡ് ഫിഗർ ആണ്. സോ അതെന്ന് പറയുന്നത് എന്താണ്? ക്വാഡ്രിലാറ്ററൽ ആണ്. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. സോ നെക്സ്റ്റ് വൺ, fill in the blanks. First one, a polygon that has 3 sides more than a hexagon is called a dash. Okay, so എന്താണ് ഹെക്സഗൺ എന്ന് പറയുന്നത്? എന്താണ് ചോദ്യം? ഹെക്സഗണിനേക്കാൾ 3 സൈഡ്സ് ഉള്ള പോളിഗൺസിന്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. ഹെക്സഗൺ എന്ന് പറയുന്നത് 6 സൈഡ് പോളിഗൺ ആണ് ഹെക്സഗൺ എന്ന് പറയുന്നത്. ഹെക്സഗൺ എന്ന് പറയുന്നത് 6 സൈഡഡ് പോളിഗൺസിനെയാണ് ഹെക്സഗൺ എന്ന് പറയുന്നത്. സോ 6നേക്കാളും 3 സൈഡ്സ് കൂടുതലെന്ന് പറയുമ്പോൾ എത്രയാണ്? 9 സൈഡ്സ് ആണ്. 6 + 3 = 9. സോ 6നേക്കാൾ ഹെക്സഗണേക്കാൾ 3 സൈഡ്സ് കൂടുതലുള്ള ക്ലോസ്ഡ് ഫിഗർ ആണ് നണ്ണഗൺ. ഓക്കെ, സോ 9 സൈഡഡ് പോളിഗൺ ഇസ് കാൾഡ് നണ്ണഗൺ. സോ നിങ്ങൾ ആ ഡാഷ് ഇട്ടേക്കുന്നിടക്ക് നിങ്ങൾ നണ്ണഗൺ എഴുതണം. So next one, a polygon that has 4 sides less than an octagon is called a dash. So question എന്താണ്? ഒക്ടഗണിനേക്കാൾ 4 സൈഡ്സ് കുറവായിട്ടുള്ള പോളിഗണിന്റെ നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ പോളിഗൺ ദാറ്റ് ഹാസ് 4 sides less than an octagon is called a dash. ഒക്ടഗൺ എത്ര സൈഡ്സ് ആണ്? 8 സൈഡ്. ഓക്കെ, സോ 8 സൈഡ്സിനേക്കാൾ 4 കുറവുള്ള പോളിഗണിന്റെ പേരാണ് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ 8 - 4 എന്ന് പറയുന്നത് 4 തന്നെയാണ്. 4-sided polygon is called quadrilateral. So the answer is quadrilateral. So next one നിങ്ങൾ homework ആയിട്ട് ചെയ്ത് നോക്കണം. So third one, tick the polygons and cross the rest of the figures. Give reason for your choice. ഓക്കെ, സോ കൊടുത്തേക്കുന്നുണ്ടോ? A, B, C, D ഒരു 4 ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിൽ പോളിഗൺ ഏതാണെന്ന് മാത്രം നിങ്ങൾ ടിക്ക് ചെയ്യുക. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. ഓക്കെ, സോ പോളിഗൺ ഏതാണ്? നിങ്ങളൊന്ന് നോക്കിയേ. ഫസ്റ്റ് ഫിഗർ ക്ലോസ്ഡ് ഫിഗർ അല്ല, അതൊരു ഓപ്പൺ ഫിഗർ ആണ്. അതുകൊണ്ട് നമുക്കത് പോളിഗൺ ആയിട്ട് പറയാൻ പറ്റില്ല. സെക്കൻഡ് വൺ, ബി, അതെന്താണ്? ഒരു പോളിഗൺ ആണ്. കാരണം എന്താണ്? പോളിഗൺ എന്ന് പറയാനുള്ള കാരണം അതൊരു ക്ലോസ്ഡ് ഫിഗർ ആണ്. ലൈൻ സെഗ്മെൻറ്റ് 3 or more ലൈൻ സെഗ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് അത് ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ആ പോളിഗൺസ് ഫോം ചെയ്തേക്കുന്നത് ലൈൻ സെഗ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. 3-ൽ കൂടുതൽ ലൈൻ സെഗ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ഫോം ചെയ്തേക്കുന്ന ക്ലോസ്ഡ് ഫിഗറാണ് ബി. സോ ബി ഈസ് ദ പോളിഗൺ. സി നോക്കേ, സി എന്ത് തന്നെയാണ്? ക്ലോസ്ഡ് ഫിഗറാണ്. ലൈൻ സെഗ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ഫോം ചെയ്തേക്കുന്നതാണ്. സോ സി ഈസ് എ polygon. So next one, D.
ഡി എന്താണ്? ലൈൻ സെഗ്മെൻറ്റ് ഓൾറെഡി ഉണ്ട്, അതൊരു ക്ലോസ്ഡ് ഫിഗർ ആണ്. പക്ഷേ അതിനകത്ത് എന്തുണ്ട്? കർവ് ലൈൻസ് ഉണ്ട്. സോ നിങ്ങൾ കണ്ടില്ലേ ആ ലൈൻസ് ഡിയിൽ കൊടുത്തേക്കുന്നത് കർവ് ലൈൻസും ഉണ്ട്. കാരണം കർവ് ലൈൻസ് നമ്മൾ പോളിഗൺസിൽ യൂസ് ചെയ്യാറില്ല. നമ്മൾ ലൈൻ സെഗ്മെൻറ്റ് മാത്രമേ പോളിഗൺസ് നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്യാറുള്ളൂ. സോ ദ ആൻസർ ഈസ് ബി ആൻഡ് സി ആർ ക്ലോസ്ഡ് ഫിഗർ ആൻഡ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി സ്ട്രെയിറ്റ് ലൈൻസ്. ഓക്കെ, സോ ആൻസർ ഏതൊക്കെയാണ്? ബിയും സിയും. ബിയും സിയും കാരണം എന്താണ്? അതൊരു ക്ലോസ്ഡ് ഫിഗർ ആണ് ആൻഡ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി സ്ട്രെയിറ്റ് ലൈൻസ് ഓർ ലൈൻ സെഗ്മെൻറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ 4 നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. രാഹുൽ ഡിവൈഡ്സ് എ സ്ക്വയർ വെർട്ടിക്കലി 2 ഈക്വൽ പാർട്സ്. നെയിം ദിസ് ഫിഗർ. എന്തായിരിക്കും ഒരു സ്ക്വയർ നോക്കുക. സ്ക്വയറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോംസ് എന്താണെന്ന് നിങ്ങളൊന്ന് വരച്ച് നോക്കുക. ഓക്കെ, സോ 5th വൺ ടിക്ക് ദ ക്വാഡ്രിലാറ്ററൽസ്. ഓക്കെ, സോ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് എന്താണ്? 4 സൈഡ്സ് ഉള്ള ക്ലോസ്ഡ് ഫിഗർ ആണ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ലൈൻ സെഗ്മെൻറ്റ് യൂസ് ചെയ്തിരിക്കണം. സോ അതിനകത്ത് നിങ്ങൾ നോക്കുക ഏതൊക്കെയാണ് ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ നിങ്ങൾ ഫോം ചെയ്യുക. അല്ല, സോ നിങ്ങൾ ടിക്ക് ചെയ്യുക. So next one is 6th one, tick the heptagon and cross the octagon. So heptagon എത്ര സൈഡ്സ് ആണെന്ന് അറിയാം, ഒക്ടഗണിനും എത്ര സൈഡ്സ് ആണെന്ന് അറിയാം. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക? അത് നോക്കിയിട്ട് നിങ്ങളത് ഹോംവർക്കായിട്ട് ടെക്സ്റ്റിൽ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഓക്കെ, സോ പോളിഗൺ ഇസ് ഓവർ. സോ പോളിഗൺസ് എന്ത് വരുന്നത്? വാട്ട് വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് പോളിഗൺസ്. Polygons means a closed figure made by joining 3 or more line segment is called polygons. Okay, so നമ്മൾ types of polygons പഠിച്ചു. ഏതൊക്കെ ടൈപ്സ് ആയിരുന്നു നമ്മൾ പഠിച്ചത്? ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, പെൻറ്റഗൺ ആൻഡ് ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ, നണ്ണഗൺ ആൻഡ് ലാസ്റ്റ് വൺ ഡെക്കഗൺ. സോ നിങ്ങൾ സൈഡ്സും അതിൻ്റെ നെയിംസും നല്ലതുപോലെ തന്നെ പഠിക്കും. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്. അസ്സലാമു അലൈക്കും.